കാട്ടിക്കൂട്ടുന്ന ഒരുപാട് വൃത്തികേടുകളുണ്ടല്ലോ, തോന്നിവാസങ്ങൾ, അനാവശ്യങ്ങൾ, അള്ളാഹു ഒരിക്കലും പൊരുത്തപ്പെടാത്തത്, ഒരു നിലക്കും അള്ളാഹു ഇഷ്ടപ്പെടാത്ത ഒരുപാട് പ്രവർത്തനങ്ങൾ, അത് ഇന്ന് എന്നത് എന്ന് എണ്ണി പറയാനില്ല. ഒരുപാട് കല്യാണത്തിന്റെ ഭാഗമായി കാട്ടിക്കൂട്ടുന്ന എത്ര ഹറാമുകളാണ് ഒരു കല്യാണത്തിന്റെ സദസ്സിൽ നടക്കുന്നത്. യാതൊരു ലജ്ജയുമില്ലാതെ പെൺകുട്ടികൾ വീടിന്റെ അകത്തളങ്ങളിൽ നിന്ന് വളരെ മാന്യമായി ഒരു കല്യാണം കഴിഞ്ഞു പോകേണ്ടതെന്നെല്ലാം പരസ്യമാണ്. എന്നോട് ഇന്നൊരു മെലിഞ്ഞാതൊരു ചെറുപ്പക്കാരൻ പറഞ്ഞു, ഉസ്താദേ എന്റെ ഷോപ്പിൽ വന്നു രണ്ടാളുകൾ, ഒരു ചെറുപ്പക്കാരനും ഒരു പെണ്ണും. അപ്പൊ ഞാനിങ്ങനെ ചോദിച്ചു, നിങ്ങൾ കല്യാണം കഴിഞ്ഞതാണോ എന്ന് ചോദിച്ചപ്പോ, അപ്പൊ അല്ല, കല്യാണം ഒന്നും കഴിഞ്ഞിട്ടില്ല, മിഠായി കൊടുത്തിട്ടേ ഉള്ളൂ. മിഠായി കൊടുത്തിട്ട് എന്താ പരിപാടി? ചുറ്റിയ. ബൈക്കിലൂടെ യാത്ര ചെയ്യാ, കാറിൽ ഇവര് ചുറ്റിയ. നിക്കാഹ് കഴിഞ്ഞാല് ഇത് അനുവദനീയമാകുമോ? നിക്കാഹ് കഴിയാതെ ഒരു പെണ്ണും ഒരു സ്ത്രീയും തമ്മിൽ ഒരുമിച്ച് കൂടാൻ പറ്റുമോ? എങ്ങനെയാണ് ഇത് അനുവദിക്കപ്പെടുക? ഇതിലൊന്നും ഉപ്പമാർക്ക് യാതൊരു പ്രശ്നമില്ല. ഉമ്മാനോട് ചോദിക്കുമ്പോ ഉമ്മ പറയുകയാണ്, എന്റെ മോള് അതേ മിഠായി കൊടുത്ത ചെറുപ്പക്കാരന്റെ കൂടെ പോയിരിക്കുകയാണ്, അതിന് ഉമ്മ സമ്മതം കൊടുക്കുകയാണ്. സുബ്ഹാനല്ലാഹ്, എന്തൊക്കെയാണ് നമ്മുടെ നാട്ടിലുകളിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ കൊറോണയുടെ ഭാഗമായി നമ്മളെല്ലാവരും നന്നാകുമെന്ന് വിചാരിച്ചു. കൊറോണ കഴിഞ്ഞാൽ ജനങ്ങൾക്കൊക്കെ പേടിയുണ്ടാകും. എവിടെ? കൊറോണ കഴിഞ്ഞ് 2-3 കൊല്ലം കഴിയുമ്പോഴേക്ക് ആളുകളുടെ മനസ്ഥിതി മാറി, ചിന്താഗതി മാറി. അതൊന്നും പ്രശ്നമില്ല, ഇനി അതൊന്നും വരൂല എന്നാണ് ചിന്തിക്കുന്നത്. നഊദു ബില്ലാഹ്. ഉണ്ടായത് ഉണ്ടാക്കാനാണ് അല്ലാഹുവിന്റെ വലിയ പണി.